വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ഗീ റൈസ് ആയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നമുക്ക് ജീരകശാല അരി വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ളത് ബസ്മതി റൈസാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗ്ലാസ്സിലാണ് അളവെടുത്തേക്കുന്നത്. നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അളവും എടുക്കണം. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 5 ഗ്ലാസ് അരി നമ്മൾ ആദ്യം തന്നെ കഴുകി നമ്മൾ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വെക്കണം. ഏകദേശം 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ വെക്കാം. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റെങ്കിലും മിനിമം വെക്കാം. അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് നന്നായി കഴുകി അരമണിക്കൂർ നേരം കുതിരാനിടാം. ഞാനിപ്പോൾ അരി കുതിരാൻ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്യാപ്പിൽ നമുക്കിപ്പോൾ കുറച്ച് സവാള വറുത്തെടുക്കണം. ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു 5 മീഡിയം സൈസ് സവാളയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. നല്ല കനം കുറഞ്ഞ് വേണം നമുക്കിത് അരിഞ്ഞെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണം. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും റീസിൻസും വേണം. അതും നമുക്ക് നെയ്യിലോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ കോക്കനട്ട് ഓയിലോ നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. സവാള വറുക്കാനായിട്ട് ഞാനൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങളിവിടെ കാനഡയിലാണുള്ളത്, അതുകൊണ്ടാണ് വെളിച്ചെണ്ണ ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്നത്. നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ആദ്യം തന്നെ റേസിൻസും കാഷ്യൂനട്ടും വറുത്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം റേസിൻസ് വറുത്തെടുക്കാം. ഇപ്പോൾ റേസിൻസ് നന്നായിട്ട് ആയിട്ടുണ്ട്, നമുക്കത് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കാഷ്യൂനട്ടും വറുത്തെടുക്കാം. കാഷ്യൂനട്ടും ഇപ്പോൾ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ടും കിസ്മിസും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാളയും കൂടി വറുത്തെടുക്കാം. ഒരു അര സവാള നമ്മൾ ഇതിന്ന് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് അരി വേവിക്കുമ്പോൾ അതിലിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മാത്രം മാറ്റി വെച്ച് ബാക്കി എല്ലാ സവാളയും നമുക്ക് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കാം. ഞാനിപ്പോൾ ഈ സവാള 2 ട്രിപ്പായിട്ടാണ് വറുത്തെടുക്കുന്നത്. ആ നേരം കൊണ്ട് നമുക്കിപ്പോൾ അരിയുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. സവാള കുറച്ച് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. സവാള നമുക്ക് ആയി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് റൈസിൻ്റെ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഗീ റൈസ് നമ്മൾ മുഴുവനുമായിട്ട് നെയ്യിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ബേ ലീഫ്, 2 പട്ട, 3-4 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം സ്റ്റാർ അനീസ്, 4 ഏലക്കായ, പെരിഞ്ജീരകം ഒരു ചെറിയ ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ അര സവാള നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ വഴറ്റിയെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ നെയ്യൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഈ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു അര സബോള നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സബോള ഫ്രൈ ചെയ്യാൻ വേണ്ടി അരിഞ്ഞതിൽ തന്നെ ഒരു അര സബോള നമുക്ക് മാറ്റി വെച്ചാൽ മതി. സബോള ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റാം. അതിനുശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കണം.
ഇത് സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിത് ബ്രൗൺ കളറാവൊന്നും വേണ്ട, ഒന്ന് വാടി വന്നാൽ മതി. ഈ സമയത്ത് നമുക്കിതിലേക്ക് അരമണിക്കൂർ കുതിർത്ത് വാരി വെച്ചേക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അരി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അരി പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ അരി മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നെയ്യും അരിയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അരി ഒന്ന് നെയ്യിൽ കിടന്നൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ അരി നമുക്ക് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മുടെ സവോളയും ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സവോള കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ സവോള നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിത് കോരി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് മുന്നായിട്ട് ഒരല്പം പഞ്ചസാര ഒന്ന് ഇട്ട് കൊടുക്കണം. അത് നമ്മുടെ സവോള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ഈ സവോളയൊക്കെ നന്നായിട്ട് കോരി എടുത്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കണം. പരത്തിയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രൈ ആയതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോകാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ സവോളയും വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ അരി 2 മിനിറ്റോളം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 5 ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതേ ഗ്ലാസ്സിൽ തന്നെ നമ്മൾ എത്ര ഗ്ലാസ്സാണ് എടുത്തത് അതിൻ്റെ ഇരട്ടി -1. അപ്പോൾ ഞാൻ 5 ഗ്ലാസ് എടുത്തതുകൊണ്ട് 10 ഗ്ലാസ് വെള്ളം, അതിന് -1 9 ഗ്ലാസ് വെള്ളം വേണം. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ കണക്ക്. ജീരകശാല അരിക്കാണെങ്കിലും ഏകദേശം അങ്ങനെ തന്നെയാണ് വേണ്ടത് നമുക്ക്. ഞാനിവിടെ ഇപ്പോൾ 9 ഗ്ലാസ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട്. നല്ല തിളച്ച വെള്ളമാണ്. ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ അരിയുടെ വേവിൽ വ്യത്യാസങ്ങൾ വരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിൽ തൊട്ട് നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് മുൻപന്തിയിൽ നിൽക്കണം. എന്നാലാണ് അരിയിലേക്ക് നമുക്ക് ഉപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഞാൻ ഏകദേശം ഒരു 4 ടീസ്പൂണോളം ഇടുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് നോക്കി നോക്കാം. അപ്പം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് നമുക്ക് കുറവായിട്ട് വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കുറച്ച് കൂടുതൽ നിൽക്കണം. കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നമുക്ക് വെള്ളം നന്നായി തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലും, തിളച്ച് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അരിയിലത്തെ വെള്ളം മുഴുവനായിട്ട് വറ്റുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് തുറന്നു കൊടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കണം. അടിയിൽ നിന്നുള്ള ചോറൊക്കെ നന്നായിട്ട് ഇളക്കി മുകളിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഇളക്കി കൊടുത്ത് വേണം നമുക്ക് എടുക്കാൻ. അല്ലെങ്കിൽ അടിയിലത്തെ ചോറ് ഭയങ്കരമായിട്ട് വെന്ത് ഇതായി പോകും. അപ്പോൾ നമുക്കിത് അടച്ചു വയ്ക്കാം. ഞാനിപ്പോൾ ഈ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. നമ്മൾ ഈ കുക്കറിൻ്റെ വിസിൽ മാറ്റിയതിന് ശേഷമാണ് ജസ്റ്റ് മൂടി വെക്കുന്നേ ഉള്ളൂ, അല്ലാതെ ശരിക്കും അടയ്ക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്കിത് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഇടയ്ക്ക് തുറന്ന് നോക്കണം. വെള്ളം തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദമ്മിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അടി കട്ടിയുള്ള പാത്രം വയ്ക്കാം. ചൂടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എല്ലാ സാധനങ്ങളും നമുക്ക് ലെയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു 10 മിനിറ്റ് നമ്മൾ വെക്കുന്നുള്ളൂ. അതിന് വേണ്ടി അപ്പോൾ നമുക്ക് ആദ്യത്തെ ലെയറായിട്ട് അരി ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയർ അരി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല ഇടാം. കുറച്ച് കാഷ്യൂം കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്കപ്പോൾ എല്ലാ ലെയറും ഇനി തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ അടുത്ത ലെയർ ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ലെയറും ഇതുപോലെ തന്നെ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഞാൻ എല്ലാ ലെയറും ഇതുപോലെ ദമ്മിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ദമ്മിട്ടെടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് ദമ്മിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇതുണ്ടാക്കി കൊടുത്താൽ അവർക്ക് വേറെ ഒന്നും ഇതിൻ്റെ കൂടെ വേണ്ട, അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്കിത് ഈ ഗീ റൈസ് നമുക്ക് ചിക്കൻ റോസ്റ്റിൻ്റെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ അതല്ല ബീഫ് റോസ്റ്റോ ബീഫ് കറിയോ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് നല്ല അടിപൊളിയായിട്ട് കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു സാധനമാണ്. ഇനി അതൊന്നുമില്ല, നിങ്ങൾക്ക് വെറുതെ കുറച്ച് സർലാസും അച്ചാറും മാത്രമേ ഉള്ളെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യില്ലേ. താങ്ക്